മലർവാടി കഴിഞ്ഞിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 5 years ആയി. അതിലിപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് വന്ന ഒരു ആക്ടറാണ് നിവിൻ പോളി. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആക്ച്വലി എങ്ങനെയാണ്? ഞങ്ങൾ തമ്മിൽ മലർവാടി തൊട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. അത് വിനീത് ഒരു ഗോഡ് ഫാദർ ആണോ? സ്ക്രിപ്റ്റ് ഒന്നും വിളിക്കാറില്ല? ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. അവന് നല്ല സ്ക്രിപ്റ്റ് ജഡ്ജ്മെന്റ് ഉള്ള ആളാണ് നിവിൻ. ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട് നിവിൻ്റെ അടുത്ത്. ഇപ്പം ചില സ്ക്രിപ്റ്റൊക്കെ നിവിൻ കേട്ടിട്ട് ചില സമയത്ത് നിവിൻ അത് അഗ്രി ചെയ്യാണ്ട് നമ്മുടെ അടുത്തൊക്കെ വരും. അപ്പം ഞാൻ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ നീ എന്താ അത് വിട്ടത്? അപ്പോൾ അതിൻ്റെ റീസൺസ് ഒക്കെ പറയും. അങ്ങനെ ഡിസ്കഷൻ നടക്കാറുണ്ട്. ചില സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും വായിക്കേണ്ടി വരുന്ന സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അല്ലാതെ അവൻ കമ്മിറ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ഒന്നും അങ്ങനെ. ഇപ്പോൾ പ്രേം റിലീസ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ട് നിവിനെ വിളിച്ച് പിന്നെ എനിക്ക് റെസ്പോൺസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിവിന് ആ റെസ്പോൺസസ് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് നിവിൻ എനിക്ക് തിരിച്ച് റിപ്ലൈ വന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യു ഡിഡ് ഇറ്റ് ഫ്രം KCG കോളേജ്. അപ്പം അത് എങ്ങനെയായിരുന്നു? ഹൗ വാസ് മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ റോയൽ മെക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു വഴക്കാളി സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും മാത്രം. വല്ലപ്പോഴും ഞാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ശ്രീനിവാസന്റെ മകൻ എന്ന പേര് റാഗിങ് കുറവായിരുന്നു കൂടുതൽ? എനിക്ക് ഇപ്പോൾ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ ഹോസ്റ്റലൈറ്റ്സിന് കിട്ടിയ റാഗിങ് എനിക്ക് കിട്ടിയില്ല. ഡേ സ്കോളേഴ്സിന് റാഗിങ്ങിൽ ഇച്ചിരി മയം ഉണ്ടാവും. പക്ഷെ ഡേ സ്കോളേഴ്സിന്റെ കൂട്ടത്തിൽ എനിക്ക് നല്ല റാഗിങ് കിട്ടിയിട്ടുണ്ട്. പൊതുവെ പാട്ട് പാടുന്നവരെ പെൺപിള്ളേർ ഇഷ്ടപ്പെടും, ജെനുവിൻ ഫാക്ടർ. അങ്ങനെയായിരുന്നു ദിവ്യയുടെ കഥ? ഞങ്ങള് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അപ്പോൾ അവളെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ഭയങ്കര എന്താ പറയാ, അതിന്റെ ലെവല് കുറച്ച് ഞങ്ങള് അല്ലല്ല, ദിവ്യ എൻ്റെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ ദിവ്യനെ എൻ്റെ ബാച്ചിലുള്ള പിള്ളേർ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റ്സ് റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് തമിഴ് പയ്യന്മാർ കൂടി ഇങ്ങനെ ഇവളെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു, ഡേ മച്ചി ഊർക്കാരിടാ വേണമെന്നാ റാക്ക് പണിക്കോ എന്ന് പറഞ്ഞിട്ട് ദിവ്യനെ എൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ദിവ്യ എന്ന് പറഞ്ഞു. ഏത് ഡിപ്പാർട്ട്മെൻറ്റാന്ന് ചോദിച്ചു. CSE എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു OIT നിന്ന് കറങ്ങണ്ട, വെറുതെ സീനിയേഴ്സ് പിടിച്ച് റാഗ് ചെയ്തും ക്ലാസ് പോയിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ ഈ മ്യൂസിക് ക്ലബ്ബിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ദിവ്യൻ ഇച്ചിരി പാടും. അങ്ങനെ നിങ്ങൾ തമ്മിൽ after 3 years after marriage now, what do you think? Women are simple, women are complicated? Women are simple, women are complicated. രണ്ടും? Both. But men are also like that. അപ്പോൾ അത് ഒരു ആണോ? I'm meeting the first person who's accepting that. Men complicated ആണെന്നുള്ളത്. Men are very simple എന്നാണല്ലേ? ഇല്ല, ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് വഴിയാ മനസ്സിലാവും. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, പക്ഷെ ഞാൻ അറിയുന്ന കൂടുതലും വിനീതും ദിവ്യ എന്ന് പറയുന്നത് എല്ലാരും ലുക്ക് അപ്പ് ടു ചെയ്യുന്ന ഒരു കപ്പിളാണെന്നാണ്. അത് നിങ്ങൾ തമ്മിൽ ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ടോ? അതിനാണോ? ഞങ്ങൾ രണ്ടുപേരും കോളേജ് ടൈമിൽ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഒരുമിച്ച് ട്രാവൽ ചെയ്യുക. കല്യാണം കഴിഞ്ഞിട്ട് യു ഹാഡ് ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ ഇത്രയും സ്ഥലത്ത് ഞാൻ പോയി ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഷീ ഈസ് വെരി റൊമാൻറ്റിക്. അപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരാളുമാണ്, അതിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആളാണ്. എൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്നത് ദിവ്യയാണ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത സ്ക്രിപ്റ്റിൻ്റെ സെക്കൻഡ് ഹാഫ് വായിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഷീ ഈസ് എ ഫസ്റ്റ് പേഴ്സൺ ടു റീഡ് ഇറ്റ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ്മെൻ്റ് ഉള്ള ഇതുകൊണ്ടൊക്കെ ഒരു സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇസ് യുവർ ഇൻസ്പിറേഷൻ തന്നെ തലശ്ശേരിയാണ്. പിന്നെ എന്തൊക്കെയാണ്, വാട്ട് ആർ യുവർ ഇൻസ്പിറേഷൻസ് ശരിക്കും പറഞ്ഞാൽ? അല്ല, എഴുത്തിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എനിക്ക് തോന്നിയത് മ്യൂസിക്കാണ്. ഞാൻ കുറേ പാട്ടുകൾ കേട്ട് അതിൻ്റെ ഇൻസ്പിറേഷനിൽ എഴുതുന്ന ആളാണ്. ഇപ്പോൾ ഫസ്റ്റ് ഒരു കഥ നമ്മുടെ മനസ്സിൽ ഫോം ആകുമ്പോൾ ആ സ്റ്റോറിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹുക്ഡ് ആവുന്ന എന്തെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടാവും. ഇത് ആളുകളുടെ അടുത്ത് പറയണമെന്ന് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എഴുതാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നത് പാട്ടുകളാണ്. അതിൻ്റെ ഫീലിലുള്ള പാട്ട് ചിലപ്പോൾ സ്കോറായിരിക്കും. ചില സിനിമയുടെ സ്കോർ ഞാനിങ്ങനെ ഇട്ടിങ്ങനെ കേൾക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്
അതിൽ ഇൻവോൾവ് ചെയ്ത് എഴുതാൻ സാധിക്കും. ഒരു അതിനെ പറ്റിയിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ടൊരു ഒരു ചിന്ത നടക്കും. ചില സമയത്ത് ചുമ്മാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, പാട്ട് കേട്ടോണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ രസമാണ്. എനിക്ക് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന വണ്ടി എന്നല്ല, ഏത് വണ്ടിയാണെങ്കിലും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ചെറിയൊരു വോളിയത്തിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്തൊക്കെയാണ് നമ്മുടെ ആലോചനകൾ കൂടുതൽ വരുന്നത്. ഈ എഴുത്തെന്ന് പറയുന്നത് പൊതുവെ വിനീത് ഒരു ഉദയനാണ് താരം രീതിയാണോ? അതായത് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ക്ലോസ് ചെയ്ത് ഞാൻ എഴുതാൻ പോവാ, ഇനി ഞാൻ ആരോടും ഇപ്പം മിണ്ടുന്നില്ല? ചില സമയത്ത് അങ്ങനെയാണ്, ചില സമയത്ത് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. ഞാൻ എഴുതാനിരിക്കുന്ന റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഡിസ്ട്രാക്ഷനാണ്. അല്ലാതെ ഇപ്പോൾ പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് കുഴപ്പമില്ല. റൂമിന് പുറത്ത് ഇപ്പോൾ വീട്ടിലാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലൊന്നും എനിക്ക് വിഷയമല്ല. റൂമിനകത്ത് വേറെ ആളുണ്ടെങ്കിൽ എനിക്ക് മടിയാണ്. കാരണം ഞാൻ എന്താ പറയുക, എഴുതുമ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ക്യാരക്ടേഴ്സിൻ്റെ ലാംഗ്വേജിൽ നമ്മൾ എന്താണോ ക്യാരക്ടേഴ്സിനെ പറ്റി എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വട്ടാൻ തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും, ഇവരുണ്ടാകുമ്പോൾ നമുക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യും ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ആളുകളില്ലെങ്കിൽ, റൂമിനകത്തില്ലെങ്കിൽ എനിക്ക് ഓക്കെയാണ്.